നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെയധികം പ്രചാരമുള്ള ഒരു ആഘോഷമാണ് നവരാത്രി. 9 രാത്രിയും 10 പകലും ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെയാണ് പൂജിച്ചും പ്രാർത്ഥിച്ചും ആഘോഷിക്കുന്നത്. തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയമാണ് നവരാത്രി ആഘോഷത്തിൻ്റെ കാതൽ. നവരാത്രി കാലം ഭാരതത്തിൽ ഉടനീളം ദേവി പൂജയ്ക്ക് പ്രാധാന്യം നൽകി വരുന്നു. പല രൂപത്തിലും ഭാവത്തിലുമാണ് വിവിധ ഭാഗങ്ങളിൽ നവരാത്രി കൊണ്ടാടുന്നത്. ബംഗാളിൽ കാളിയാണ് ആരാധനാമൂർത്തി. കർണാടകയിൽ ചാമുണ്ടേശ്വരി പൂജയാണ് മുഖ്യം. പല ഭാഗത്തും ആയുധ പൂജയ്ക്കാണ് പ്രാധാന്യം. എന്നാൽ കേരളത്തിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം നൽകി വരുന്നത്. നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രി ദേവിയാണ് ആരാധിക്കുന്നത്. ഹിമവാന്റെ മകളാണ് പാർവതി ദേവി. സംസ്കൃതത്തിൽ ശൈൽ എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം. അതിനാലാണ് പാർവതിയെ ശൈലപുത്രി എന്ന് വിളിക്കുന്നത്. കാളയാണ് ദേവിയുടെ വാഹനം. ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു. യാഗാഗ്നിയിൽ ദഹിച്ച സതീദേവിയുടെ അടുത്ത ജന്മമാണ് ശൈലപുത്രി. ഹൈമവതി, പാർവതി തുടങ്ങിയ നാമരൂപങ്ങളും ദേവിക്കുണ്ട്. നവദുർഗകളിൽ ഒരാളായ ശൈലപുത്രി ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദാതാവാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ പ്രകൃതിയുടെ മാതാവായും കണക്കാക്കപ്പെടുന്നു. കൂടാതെ എല്ലാ ഭാഗ്യങ്ങളുടെയും ദാതാവായ ചന്ദ്രനെ നിയന്ത്രിക്കുന്നതും മാതൃദേവതയാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ചന്ദ്രന്റെ ഏത് ദോഷവും മാറിക്കിട്ടുന്നതാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രിയുടെ ആദ്യ ദിവസം ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്നതിലൂടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയുന്നതാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തികൾ ചേർന്ന മൂർത്തിഭാവമായ ശൈലപുത്രിയുടെ ആരാധനയ്ക്കായി നവരാത്രിയുടെ 1-ാം ദിവസം ഓം ദേവി ശൈലപുത്രി നമഃ എന്ന മന്ത്രം 11 തവണ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതുകൂടാതെ ശൈലപുത്രി ധ്യാനവും ചൊല്ലാവുന്നതാണ്. ഇനി നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധികളും നിഷ്പ്രയാസം തരണം ചെയ്യുവാനുള്ള ശക്തി ലഭിക്കുവാനും കരിയർ സംബന്ധമായ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ജീവിതത്തിൽ സ്ഥിരത നേടുവാനും സഹായിക്കുന്ന അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നവരാത്രിയുടെ ആദ്യ ദിവസമായ ഇന്ന് ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകളും വാലായ്മ ഉള്ളവരും ഒരു കാരണവശാലും ഈ ഒരു പരിഹാരം ചെയ്യരുത്. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷവും ഇത് ചെയ്യുവാൻ പാടില്ല. വ്രതമെടുക്കുന്നവർക്കും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പരിഹാരം ചെയ്യുന്നതിനായി പ്രധാനമായും ആവശ്യമുള്ളത് വെള്ള നിറത്തിലുള്ള ഒരു കല്ലാണ്. ഇന്ന് തിങ്കളാഴ്ച ചന്ദ്രഭഗവാന് വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ ഭഗവാന്റെ നിറമായ വെള്ള നിറത്തിലുള്ള കല്ലാണ് ആവശ്യമുള്ളത്. ഇനി വെള്ള നിറത്തിലുള്ള കല്ലില്ല എങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ചരലിൽ ഉള്ള വളരെ മിനുസമുള്ള കല്ലുണ്ടെങ്കിൽ ഏത് നിറത്തിലുള്ള ഒരു കല്ലെടുത്താലും മതിയാകും. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല ക്ലിയർ ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഏത് കല്ലാണ് എടുക്കുന്നതെങ്കിലും മണ്ണിൻ്റെ അംശമൊന്നുമില്ലാതെ അത് നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കുക. ഇനി അടുത്തതായി ഒരു ചെറിയ കഷ്ണം ചുവന്ന തുണിയാണ് ആവശ്യമുള്ളത്. പൂജയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചുവന്ന തുണിയാണ് ഈ ഒരു പരിഹാരത്തിനായി നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് വീണ്ടും ഒന്ന് കഴുകി ഈ പരിഹാരത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. അവസാനമായി മൊട്ടോടുകൂടിയ നല്ല ഫ്രഷായ ഒരു ഗ്രാമ്പൂവും ആവശ്യമാണ്. ഈ 3 വസ്തുക്കളാണ് പരിഹാരത്തിനായി ആവശ്യമുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ചുവന്ന തുണിയിൽ ഈ കല്ല് വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ കെട്ടുക. കെട്ടിയതിന് ശേഷം ഈ ഒരു കല്ല് നിങ്ങളുടെ പൂജാമുറിയിൽ ദുർഗാദേവിയുടെ ഫോട്ടോയ്ക്ക് അരികിലായി ഒരു തട്ടത്തിൽ വെക്കാവുന്നതാണ്. ഇനി ദുർഗാദേവിയുടെ ഫോട്ടോ ഇല്ല എങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെയും ഇത് വെക്കാവുന്നതാണ്. ഇനി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ ഏത് വിളക്കാണോ കൊളുത്തുന്നത് ആ വിളക്കിന് അരികിലായി വെക്കാവുന്നതാണ്. പൂജാമുറിയിൽ ഇത് വെച്ചതിന് ശേഷം സാധിക്കുമെങ്കിൽ വൈകിട്ട് ഒരു നെയ്ദീപം കൊളുത്തുക. ഇനി നെയ്യില്ല എങ്കിൽ നല്ലെണ്ണ ദീപം കൊളുത്താവുന്നതാണ്. ഇനി വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ആ വിളക്കിലെ നെയ്യിൽ അല്ലെങ്കിൽ നല്ലെണ്ണയിൽ മുട്ടോടുകൂടിയ ഒരു ഗ്രാമ്പു കൂടി ഇടുക. അതിനുശേഷമാണ് വിളക്ക് കൊളുത്തേണ്ടത്.
വിളക്ക് കൊളുത്തിയതിനു ശേഷം ശൈലപുത്രി ദേവിയുടെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഓം ദേവി ശൈലപുത്രി നമഃ എന്ന മന്ത്രം ചൊല്ലുക. മന്ത്രം കുറഞ്ഞത് 11 തവണ ചൊല്ലുക. ഇനി സമയമുള്ളവരാണെങ്കിൽ 108 തവണ മന്ത്രം ചൊല്ലുന്നതും ഉത്തമമാണ്. മന്ത്രജപത്തിന് ശേഷം കർപ്പൂര ആരതി നൽകാവുന്നതാണ്. ആരതി നൽകുമ്പോൾ ഈ കല്ലിനും അല്ലെങ്കിൽ ഈ ഒരു കെട്ടിനും ആരതി നൽകേണ്ടതാണ്. ഈ ഒരു കല്ല് 9 ദിവസവും നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ ഇരിക്കട്ടെ. ഓരോ ദിവസവും വിളക്ക് കൊളുത്തി മന്ത്രം ചൊല്ലുക. അതുപോലെ തന്നെ ധൂപദീപ ആരതി നൽകുമ്പോഴും ഈ കല്ലിനും ആരതി നൽകേണ്ടതാണ്. പിന്നീട് വിജയദശമി ദിവസം ഈ കല്ലെടുത്ത് നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ ലോക്കറിലോ അല്ലെങ്കിൽ ഷെൽഫിലോ മേശയിലോ അങ്ങനെ എവിടെയും ഇത് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വെക്കുന്ന ഈ ഒരു കല്ല് 1 വർഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 1 വർഷത്തിന് ശേഷം, അതായത് അടുത്ത നവരാത്രി വരുമ്പോൾ ഇത് നിങ്ങൾക്ക് തിരികെ എടുക്കാവുന്നതാണ്. തിരികെ എടുത്ത് ഈ കല്ല് മണ്ണിൽ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ വെക്കുകയോ അതുമല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതോ ആണ്. ചുവന്ന തുണി കഴുകി വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ കല്ല് മണ്ണിൽ കുഴിച്ചിടാനോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാനോ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ഈ കല്ല് ഒരു ഭാഗ്യക്കല്ലായി, അതായത് ലക്കി സ്റ്റോണായി ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാവുന്നതുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാസത്തിലൊരിക്കൽ ഈ കല്ല് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്യുന്നതിനോടൊപ്പം ഈ കല്ലിനും ധൂപദീപ ആരതി നൽകേണ്ടതാണ്. പിന്നീട് ഈ കല്ല് നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ച് ഓം ദുർഗാദേവിയെ നമഃ എന്ന മന്ത്രം 21 തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണയാണോ ചൊല്ലാൻ സാധിക്കുന്നത് അത്രയും തവണ ചൊല്ലിയതിനു ശേഷം ഈ കല്ല് വീണ്ടും നിങ്ങൾ എവിടെയാണോ വെച്ചത് അവിടെ വെക്കാവുന്നതാണ്. അതായത് അലമാരയിലോ ലോക്കറിലോ വെക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഈ കല്ല് നിങ്ങളുടെ കുട്ടികളുടെ പഠന മേശയുടെ മുകളിലും വെക്കാവുന്നതാണ്. പഠിക്കാനുള്ള അലസത മാറിക്കിട്ടുകയും പഠനത്തിൽ നല്ല ശ്രദ്ധയും കുട്ടികൾക്കുണ്ടാകുന്നതാണ്. മാത്രമല്ല, കുട്ടികൾ പഠിക്കുന്ന ആ ഒരു മുറിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജികളെല്ലാം തന്നെ ഈ കല്ല് ആഗിരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അലസതയും മടിയും മാറിക്കിട്ടുന്നതുമാണ്. ഇനി വീട്ടിലുള്ള സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാൽ ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റാരെ കൊണ്ടും ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നവരാത്രിയിലെ ഈ 9 ദിവസവും ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിലെ വീഡിയോയിലൂടെ പറയുന്നതാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ആദ്യത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഏത് ദിവസമാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ആ ദിവസങ്ങളിലെ പരിഹാരത്തിനോടൊപ്പം ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശൈലപുത്രി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇന്ന് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ അടുത്ത നവരാത്രി വരെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിഷ്പ്രയാസം ആ പ്രശ്നത്തിനെ മറികടക്കുവാനുള്ള മാർഗം അല്ലെങ്കിൽ ആ പ്രശ്നം തരണം ചെയ്യുവാനുള്ള ശക്തി ദേവി നിങ്ങൾക്ക് നൽകുന്നതാണ്. മാത്രമല്ല, തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ കരിയർ സംബന്ധമായോ പണം സംബന്ധമായോ ഉള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ്. ഇതുകൂടാതെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ഈ ഒരു കല്ല് ഒരു ഭാഗ്യക്കല്ലായി, അതായത് ഒരു ലക്കി സ്റ്റോണായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതുമാണ്. ഇതിലൂടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ്. എല്ലാവർക്കും ദുർഗാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.